ഗുഡ് ഈവനിങ്. ഇന്ന് ഞാൻ ഇതാ ഞങ്ങളുടെ എന്നും രാവിലെയും വൈകുന്നേരവും ഞങ്ങൾക്ക് വരുന്ന ഒരു അതിഥിയുണ്ട്. അത് എന്നും വരികയും ചെയ്യും. ഇപ്പൊ എത്ര വർഷമായി അമ്മേ? ഇപ്പൊ 1 വർഷമായിട്ട് എന്നും വരും രാവിലെയും വൈകുന്നേരം. അവനെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അവനെ കണ്ടാലോ? ഇവനാണ് അവൻ. അവനാണ് ഇവൻ. ഞാനിവനെ എടാ പോടാന്നൊക്കെയാ വാടാന്നൊക്കെയാ വിളിക്കുന്നത്. ഇനി ഇവന് എന്തെങ്കിലും പേരിടണോന്ന് ഞാനും അമ്മയും കുറേ നാളായി വിചാരിക്കുന്നു. പക്ഷെ ഒരു പേരും കിട്ടുന്നില്ല. നിങ്ങളങ്ങ് പറയണം. എന്തായാലും ഇവൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് 1 വർഷമായേ. പക്ഷെ ഇവന് ഒരു പേര് കണ്ടുപിടിച്ചിട്ടില്ല. എന്തായാലും തിന്നാനായിട്ട് ഇവൻ വരുമല്ലോ. ചിലപ്പോൾ രാവിലെ നേരത്തെ വരും. അമ്മ പറയുന്നേക്കാം. അമ്മ ഉറങ്ങി രാവിലെ എപ്പോഴാണ് 6 മണിയോ 5:30 ആയോ എണീക്കുമ്പോഴത്തേക്കും ഇവനുണ്ട് ഇവിടെ കഴിക്കാനും പറഞ്ഞുകൊണ്ട്. എന്തായാലും നിങ്ങൾ ഇവനൊരു പേരിടണേ. എടാ കൊച്ചു ചേർക്ക, എടാ ഒന്നിങ്ങ് നോക്കടാ. എടാ നിൻ്റെ വീഡിയോ ആടാ ഞാൻ എടുക്കണത്. എടാ നീ ഒന്ന് നിന്നെ പരിചയപ്പെടുത്ത്. അവനപ്പം അങ്ങോട്ട് തിരിഞ്ഞിരുന്നു. അവൻ്റെ ബാക്ക് കാണിച്ചുകൊണ്ടാണ് അവൻ എപ്പോഴും ഇരിക്കണത്. അവന് ഇപ്പം അവൻ നിങ്ങളെ പരിചയപ്പെടുന്നുണ്ട് കേട്ടോ. ഇപ്പം അവനിങ്ങ് തിരിഞ്ഞ്. എല്ലാവരോടും ഒരു ഹായ് പറഞ്ഞേടാ. എല്ലാവരോടും ഹായ് പറ. ഞാനാണ് ഇവിടുത്തെ അതിഥി എന്ന് പറ. 1 വർഷമായിട്ട് ഞാനാണ് ഇവിടെ എല്ലാം അല്ലേ. ഞാനാണ് ഇവിടെ മുതലാളി, നീയാണ് ഇവിടെ തൊഴിലാളി. അതെ, എല്ലാവരുടെയും ചങ്കാണ്. ചങ്ക് ബ്രോയാണ്. ചങ്ക് ബ്രോ. എടാ ചങ്ക്, ചങ്ക് എൻ്റെ ചങ്കാണ്. ചങ്ക അങ്ങോട്ട് തിരിയുന്നു. എടാ ചങ്കേ. അപ്പം ഇനി നമുക്ക് ചങ്കേന്ന് വിളിക്കാമല്ലേ. എൻ്റെ ചങ്കാണ് നീ. ഞങ്ങളാരും പറഞ്ഞിട്ട് ഇവൻ കയറി വന്നതല്ല. പക്ഷെ ഇപ്പം ഇവൻ വരാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വിഷമമാണ്. ഇവൻ ഒരു ദിവസം വന്നില്ലെങ്കിൽ ഞങ്ങൾ വിചാരിക്കും ഈശ്വരാ എന്ത് പറ്റിയോ എന്തോന്ന്. ഇവൻ ഞങ്ങളുടെ ഈ താഴത്തെ വീട്ടിലാട്ടോ താമസം. ഇവിടെയൊന്നുമല്ല താമസം. കിടപ്പ് അവിടെ, തീറ്റ ഇവിടെ. അതാണ് രസം. ഒന്നും ചെയ്തില്ലെങ്കിലും വെളുത്ത് കുട്ടപ്പനായിട്ടിരിപ്പുണ്ട്. നമ്മളല്ലേ എല്ലാത്തിനും ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്നത്. പക്ഷെ ഇവരെ കണ്ടില്ലേ, ബ്യൂട്ടി പാർലറൊന്നും പോവുകയേ വേണ്ട. വെളുത്ത് നല്ല കുട്ടപ്പനായിട്ടിരിപ്പുണ്ട്. നമ്മളാണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോകുന്നു, ഫേഷ്യൽ ചെയ്യുന്നു, മുടി ഏതാണ്ടൊക്കെയോ ചെയ്യുന്നു. ഇവർക്കതൊന്നും ഒരു ആവശ്യം തന്നെ ഇല്ല അല്ലേടാ. ജന്മനാ സുന്ദരനാണിവൻ. ജന്മനാ സുന്ദരനാണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അവൻ അപ്പം തന്നെ സ്ഥലം വിട്ടു. കാരണം അവന് എന്നെ അറിയാം. എന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയേണ്ട കാര്യമില്ല അല്ലേടാ. അവൻ അതിൽ കൂടെ നടക്കുന്നുണ്ട്. അവൻ നടക്കുന്നു. അവൻ എവിടെ കൂടെ നടക്കുന്നുണ്ട്. അവന് തന്നെ അറിയാം അവൻ ജന്മന സുന്ദരനാണെന്ന്. പിന്നെ ഇങ്ങനെ എന്തിനാ വേറൊരാൾ പുകഴ്ത്തി പറയുന്നേ? പുകഴ്ത്തൽ കേൾക്കാൻ അവൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് അവൻ അപ്പം തന്നെ പറഞ്ഞ സെക്കൻഡ്, ആ സുന്ദരനാണെന്ന് പറഞ്ഞില്ല, ആ സെക്കൻഡ് തന്നെ അവൻ പറഞ്ഞുപോയി. വാട്ട് എ ബ്യൂട്ടിഫുൾ. എന്താ പേര്? പ്രാവ്. അല്ല, ഇംഗ്ലീഷിൽ വേറെന്തോ അല്ലേ പറയുന്നത്? പീജിയൻ. വാട്ട് എ ബ്യൂട്ടിഫുൾ പീജിയൻ. കുണുങ്ങിയുള്ള നടപ്പ് കണ്ടു. വാവ്. ഇവൻ്റെ കുണുങ്ങിയുള്ള നടത്തം കണ്ടു ഗൈസ്. ഇങ്ങനെ കുണുങ്ങി നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ക്യൂട്ട് ബേബി. എല്ലാവരും പറയും, ഇവിടെ വന്നവരൊക്കെ, ഇവിടെ വന്ന അതിഥികളൊക്കെ ഞങ്ങളോട് ചോദിക്കും, എങ്ങനെ നിങ്ങൾ ഇവനെ വീഴ്ത്തി? എങ്ങനെ ഇവൻ തന്നെ ഇങ്ങോട്ട് വന്നു? നിങ്ങൾ വീഴ്ത്തിയതാണ്. ബട്ട് ഞങ്ങൾ വീഴ്ത്തിയതല്ല കേട്ടോ ഗൈസ്. ചിലപ്പോൾ ഞങ്ങൾ എങ്ങനെയും വീഴ്ത്തിയതായിരിക്കും. പക്ഷെ എന്നാലും ഞങ്ങളുടെ ലൈനടിയിൽ ഇവൻ വീണു. എന്തായാലും ലൈനടിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് വീഴണ്ടേ. ആ വീണ ഏറ്റവും സുന്ദരനായ ഒരാളാണ് ഇവൻ. ഇവനെ വീഴ്ത്താൻ പറ്റി ഞങ്ങൾക്ക്. അല്ല, വരുന്നു. എടാ സുന്ദര, ഞങ്ങളുടെ വീഴ്ത്തലിൽ ഇവൻ വീണു. ആകെ ലൈനടിച്ചതിൽ വീണത് ഇവൻ മാത്രമാണ്. ഇവനെങ്കിലും വീണല്ലോ. പക്ഷേ ഇവൻ വീണത് നന്നായില്ലേ. ഇവൻ ബഹുസുന്ദരനാണ്. ഇവൻ്റെ അത്രയും വെളുപ്പ് നമ്മളുടെ എന്തൊക്കെ തേച്ചാൽ, നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് അമ്മയുള്ള തേക്കാൻ? മുഖത്ത് തേക്കാൻ കുറേ സാധനങ്ങളുണ്ടല്ലോ.
ഓരോന്നിൻ്റെ പേരൊന്നും ഞാൻ മറന്നും പോയി. ഏതാണ്ടൊക്കെയോ ഉണ്ടല്ലോ. ആ സാധനങ്ങളൊക്കെ തേച്ചാലും ഇവനെപ്പോലെ നമ്മൾ വെളുക്കത്തില്ല. അതുകൊണ്ട് ഇവന് വെയിലത്ത് സൺസ്ക്രീൻ പോലും വേണ്ട. നമുക്കൊക്കെയാണ് സൺസ്ക്രീൻ വേണ്ടത്, പക്ഷെ ഇവൻ അതുപോലും വേണ്ട. ബട്ട് ഞാൻ ലൈൻ അടിച്ചതിൽ ഇവൻ വീണു. വാവ്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടായിരിക്കും അവൻ എൻ്റെ അടുത്തു കൂടെ തന്നെ തൊട്ടില്ല എന്നുള്ള രീതിയിൽ അവൻ്റെ നടപ്പ്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അവനറിയാം. അപ്പോൾ അവൻ ആളൊരു VIP ആണെന്നും അവന് മനസ്സിലായി. അപ്പോൾ അവൻ അതുകൊണ്ടാണ് എൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ തേരാ പാരാ നടക്കുന്നത്. അല്ലേടാ എടാ ഇത് കണ്ടോ, എൻ്റെ അടുത്തൂടെ തന്നെ നടക്കുന്നത്. അവനറിയാം അവൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അല്ലേടാ? പോണു. പറഞ്ഞപ്പോൾ അവൻ്റെ ഒരു നാണം, അതാണ് അവൻ അങ്ങോട്ട് പോയത്. എടാ, നീയൊക്കെ ഒരു സൺസ്ക്രീൻ പോലും തേക്കാതെ എങ്ങനെയാടാ ഈ വെയിലത്തൂടെ ഇങ്ങനെ നടക്കുന്നത്? അവനിതൊന്നും ഒരു പുത്തരിയല്ല ഈ നടപ്പൊന്നും. അവൻ ഡെയിലി വന്നു കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നടപ്പുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട്. അവൻ്റെ സാധാരണ എല്ലാവരും ഡോക്ടർമാർ പറയുന്നത് നമ്മളോട് നടക്കാനാണ്, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ട് നടക്കുന്നത്. പക്ഷേ മനുഷ്യരങ്ങനെയൊന്നും കേൾക്കാറില്ല. പക്ഷേ ഇവൻ അങ്ങനെയല്ല. ഇവനോട് ആരും പറയണ്ട. ഇവൻ വയറ് നിറച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഒരു നടത്തമാണ്. പോകുന്നു. വയറൊക്കെ കുറയണ്ടേ, ഇവൻ്റെ വണ്ണമൊക്കെ കുറഞ്ഞ് സ്ലിം ബ്യൂട്ടി ആയിട്ട് നടക്കണ്ടേ, അതിനായിരിക്കും. ഇനി അവൻ തിരിച്ചു വരും കേട്ടോ കുറച്ച് കഴിയുമ്പം. അങ്ങോട്ട് പോയി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇവൻ തിരിച്ചു വരുവേ. അപ്പോൾ ഓക്കെ, ബായ്.